മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് സീറോ മലബാർ സഭയിലെ മെത്രാൻ സീനറ്റ് കൂടുകയാണ്. ദൈവജനത്തെ എങ്ങനെ നയിക്കണം, എങ്ങനെ പരിപാലിക്കണമെന്നുള്ള ആശയക്കുഴപ്പത്തിലൂടെ നീങ്ങുന്ന മേജർ ആർച്ച് ബിഷപ്പും മെത്രാന്മാരുമെല്ലാം ഇന്ന് കൂടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവരിലേക്ക് എത്തിച്ചേരുവാൻ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടുകൊണ്ട് അവർ നല്ല തീരുമാനങ്ങൾ ഇന്ന് മുതലുള്ള ഈ സീനറ്റിൽ എടുക്കുവാൻ വേണ്ടി ദൈവജനം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ബോധ്യപ്പെടുത്തുകയാണ് ഞാനിപ്പോൾ ഈ വചന ശുശ്രൂഷയിലൂടെ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നത്. നമ്മളുടെ പരിശുദ്ധാത്മാവ് ആത്മധൈര്യത്തിൻ്റെ ആത്മാവാണ്. നമ്മെ നയിക്കുന്നതും നമ്മളെ പരിപാലിക്കുന്നതും കർത്താവായ ദൈവമാണ്. കർത്താവായ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്ത ദൈവപുത്രനായ യേശുവിലൂടെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ നമ്മളെ യോഗ്യരാക്കി. ഇന്ന് നമ്മളെ നയിക്കുന്ന നല്ല ഇടയനായ യേശു തൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവിനെ നൽകി നാം ഈ ലോകത്ത് എങ്ങനെ നയിക്കപ്പെടണമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. എന്നാൽ കർത്താവായ യേശു സ്ഥാപിച്ച തിരുസഭയെ നയിക്കുന്ന നമ്മുടെ ഇടയന്മാരെല്ലാം ലോകത്തെ സ്നേഹിക്കണോ അതോ ദൈവവചനത്തെ പരിപാലിക്കണമോ എന്ന സംശയം. ഇന്ന് നമ്മുടെ ഇടയിൽ വളരെയധികം വിശ്വാസം നഷ്ടപ്പെട്ടു പോകുവാനുള്ള കാരണം നമ്മുടെ ഇടയന്മാരിൽ നൽകിയ അധികാരം, ഇടയന്മാർ ദൈവജനത്തെ നയിക്കേണ്ടത് എന്തെന്ന് തിരിച്ചറിയാതെ അവർ ഈ ലോകത്തെ സ്നേഹിക്കുന്നത് കൊണ്ടും ഈ ലോകത്തിലെ വസ്തുക്കളോടുള്ള ഭ്രമം കൊണ്ടും മാത്രമാണ് ഇന്ന് സഭ നാശ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് കർത്താവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. നിങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മധൈര്യത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ എടുക്കേണ്ട തീരുമാനം അത് നടപ്പിലാക്കിയതിന്. ഇന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ വ്യക്തമായിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇന്ന് മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട റാഫേൽ തട്ടിൽ ശരിയായ രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നുവെങ്കിൽ ദൈവത്തിന് വേണ്ടി, ദൈവം സ്ഥാപിച്ച തിരുസഭയ്ക്ക് വേണ്ടി, തൻ്റെ അജഗണത്തിന് വേണ്ടി തീർച്ചയായിട്ടും ആത്മധൈര്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഏകീകൃത കുർബാനയ്ക്കായിട്ട് ദൈവജനത്തെ മുന്നോട്ട് നയിക്കുമായിരുന്നു. മറ്റു ഒരു സഭകളിലും ഇല്ലാത്ത അത്രം കലുഷിതമായ അന്തരീക്ഷത്തിൽ ഈ സഭയെ അധികാരം നിലനിർത്തുവാൻ വേണ്ടി സമവായ കുർബാനയ്ക്ക് വേണ്ടിയും മറ്റും വിഭജിച്ചപ്പോൾ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള ദൈവവിശ്വാസികൾ യഥാർത്ഥത്തിലുള്ള വിശുദ്ധ കുർബാനയിൽ നിന്ന് മാറേണ്ടതായ അവസ്ഥയിലേക്ക് എത്തിച്ചെങ്കിൽ അതിന് ഉത്തരവാദി മേജർ ആർച്ച് ബിഷപ്പായ റാഫേൽ തട്ടിലും പാംബ്ലാനിയും മാത്രമല്ല. സീറോ മലബാർ സഭയിൽ സീനറ്റ് തീരുമാനിച്ച തീരുമാനം നടപ്പിൽ വരുത്തുവാൻ ഇവർക്ക് മാത്രമല്ല, ആ സീനറ്റിലുള്ള എല്ലാ മെത്രാന്മാർക്കും ഉത്തരവാദിത്തമുണ്ട്. അത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ബോധ്യപ്പെടുത്തിയതാണ്. അതെ, ഇത് ധൈര്യപൂർവ്വം സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് ഈ നിമിഷം, ഈ സീനറ്റ് നടക്കുന്ന നിമിഷത്തിൽ ഞാൻ ഇങ്ങനെ വചന ശുശ്രൂഷ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 2 തിമോത്തിയോസ് 1 അധ്യായം 7 വാക്യത്തിലൂടെ കർത്താവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്തെന്നാൽ, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. അവൻ്റെ തടവുകാരായ എന്നെ പ്രതിയും ലജ്ജിതനാകരുത്. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക. അവിടെ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല, അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരം അനുസരിച്ചാണ്. ഈ കൃപാവരം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ
ആഗമനത്തിൽ നമുക്ക് പ്രത്യക്ഷീഭവിച്ചിരിക്കുന്നു. അവൻ മരണത്തെ ഇല്ലാതാക്കുകയും തൻ്റെ സുവിശേഷത്തിലൂടെ ജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇടയന്മാർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കുള്ള ഒരു ജോലിയല്ല, ഇത് ശുശ്രൂഷയാണ്. കർത്താവായ യേശു ഭൂമിയിൽ വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ്. എന്നാൽ ഇന്ന് പല ഇടയന്മാരും ചെയ്യുന്നത് ശുശ്രൂഷയാണോ? യഥാർത്ഥത്തിലുള്ള വിശുദ്ധ ബലി പോലും ദൈവജനത്തിന് നൽകുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ശരിക്കും വ്യാജ ഇടയന്മാരാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുകയാണ്. ദൈവം ഏൽപ്പിച്ച കടമകൾ നിർവഹിക്കുവാൻ സാധ്യമല്ല എങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെ നിങ്ങൾ പ്രവർത്തിക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ അന്ത്യവിധിക്കുള്ള സമയം സമാഗതമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇടയന്മാരായ നിങ്ങൾ ഈ സഭയെ നയിക്കുന്നത്. വ്യാജ ഇടയന്മാരാകണോ അതോ നല്ല ഇടയനാകണമോ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ദുഷ്പ്രേരണ നിങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ നിന്ന് മാറിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം, ഈ ലോകത്തെ ജീവിതം നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുമായിരിക്കും. പക്ഷേ നിത്യമായ ജീവനിലേക്ക് ദൈവജനത്തെ നയിക്കുന്ന നിങ്ങൾ ഒരിക്കലും നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ആത്മാവിൻ്റെ ധൈര്യത്തിൽ നിങ്ങളോടെല്ലാവരോടും ഉദ്ഘോഷിക്കുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ബ്രദർ തോമസ് ജോർജ് പണശ്ശേരി.